Assalamualaikum and welcome back to my channel. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാലൈസ് ആണ്. അപ്പോൾ ഞാൻ ട്രെയിലർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ആ പഴയ നൊസ്റ്റാൾജിക് ഫീൽ വന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഒട്ടും ലേറ്റ് ആവാണ്ട് നമുക്ക് മിൽക്ക് പോപ്സിക്കിൾസ് അഥവാ പാലൈസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻറ്റ് 1 കപ്പ് പാല്. അത് ഒരു സോസ് പാനിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് 1 ടേബിൾ സ്പൂൺ മൈദ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വാനില എസൻസ് ഫ്ലേവറിന് വേണ്ടിയിട്ടുള്ള വാനില എസൻസ് അല്ലെങ്കിൽ വാനിലേൻ്റെ പൗഡർ 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ബേസിക് ഇൻഗ്രീഡിയൻസ് 2 കാര്യമാണ്, പാലും മൈദ അല്ലെങ്കിൽ കോൺഫ്ലവർ. അതിനുശേഷം നമ്മൾ പഞ്ചസാര, മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. നമ്മൾ വീട്ടിലുണ്ടാക്കല്ലേ, അപ്പോൾ മധുരം കൂട്ടിയോ കുറച്ചൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഉണ്ടാക്കാം. ഇതിലിപ്പോൾ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് ഒരു പോപ്സിക്കിൾ ഉണ്ടാക്കാനുള്ള റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. നമുക്ക് വാനില എസൻസിന് പകരം വേറെ ഏത് എസൻസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. സ്ട്രോബെറിയോ പൈനാപ്പിളോ ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പാലും മൈദയും പഞ്ചസാരയും എസൻസുമുള്ള മിക്സ് നന്നായി ഇളക്കി ചേർത്തിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറുക്കിയെടുക്കുകയാണ്. ഒട്ടും കട്ട കെട്ടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മിക്സ് ആക്കിയതിന് ശേഷം വേണം ഫ്ലെയിമിലേക്ക് വയ്ക്കാൻ. ഈ കുറുക്കിയെടുത്ത മിക്സ് നമുക്കിനി ഒന്ന് തണുക്കാൻ വയ്ക്കാം. ഒരുപാട് തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ച് പാൽ ആഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ഇത് 8 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് സെറ്റാക്കിയിട്ട് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ ഇതിൽ വരുത്താൻ പറ്റുന്ന കുറച്ച് മാറ്റങ്ങൾ ഞാൻ പറയാം. ഇതിലിപ്പോൾ ഞാൻ കുറച്ച് നട്ട്സിൻ്റെ പൗഡർ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് പീസസ് ചേർത്ത് കൊടുക്കാം, സേമിയ വേവിച്ചത് ചേർക്കാം. ചെറിയൊരു ബൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണത്. ഒരു ബിസ്ക്കറ്റ് പൊടിച്ചത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഇതിൽ സ്പ്രിങ്കിൾസ് ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്പ്രിങ്കിൾസ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. എസൻസ് നമ്മുടെ വാനില ചേർത്തതിന് പകരം സ്ട്രോബെറി, പൈനാപ്പിൾ, പിസ്ത അങ്ങനെ ഏത് എസൻസ് വേണമെങ്കിലും മാറ്റി ചെയ്യാം. അതിനനുസരിച്ച് തന്നെ നമുക്കിപ്പോൾ സ്ട്രോബെറി ആണെന്നുണ്ടെങ്കിൽ ഒരു പിങ്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. പിസ്ത എസൻസ് ആണ് ചേർക്കുന്നെങ്കിൽ ഒരു ഗ്രീൻ കളർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പോപ്സിക്കിൾസ് മാറ്റി മാറ്റി ഉണ്ടാക്കാൻ പറ്റും. ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റി പോലെ അതിൽ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇപ്പം ഞാനിതുപോലെ ഒരു പോപ്സിക്കിൾ മോൾഡിലാണ് വെച്ചിട്ടുള്ളത്. ഇതിനൊരു 5 ദിർഹംസ് ആയിട്ടുള്ളൂ. നാട്ടിലാണെങ്കിൽ ഒരു 100-150 രൂപയ്ക്കൊക്കെ ഇങ്ങനത്തെ വാങ്ങിക്കാൻ കിട്ടുമെന്ന് തോന്നുന്നു. ഈ ഒരു റെസിപ്പി വെച്ച് പോപ്സിക്കിൾ മോൾഡ് ഇല്ലാണ്ട് എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ പോപ്സിക്കിൾ ഉണ്ടാക്കുക എന്നുള്ള ഐഡിയാസ് ഞാൻ അതിൻ്റെ തുടർന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. പോപ്സിക്കിൾ മോൾഡ് ഇല്ലാണ്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 ഓപ്ഷൻസ് പറയാം. ഒന്നാമത്തെ ഓപ്ഷൻ സ്റ്റീൽ ഗ്ലാസ്. സ്റ്റീൽ ഗ്ലാസ്സിൽ നമ്മളിതുപോലെ മിക്സ് നിറച്ച ശേഷം വായ് ഭാഗം സിൽവർ ഫോയിൽ കൊണ്ട് കവർ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കത്തി കൊണ്ട് ചെറുതായിട്ടൊരു ഹോൾ ഇട്ടിട്ട് അതിലേക്ക് സ്റ്റിക്ക് ഇറക്കി വയ്ക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ ഡിസ്പോസബിൾ ഗ്ലാസ് ആണ്. അത് പ്ലാസ്റ്റിക്കിൻ്റെയോ പേപ്പർ കപ്പോ ആവാം. സെയിം നമ്മൾ സ്റ്റീൽ ഗ്ലാസ്സിൽ ചെയ്യുന്ന പോലെ ഫില്ലിങ് നിറയ്ക്കാം. വായ്ഭാഗം ഒരു ഫോയിൽ കൊണ്ട് കവർ ചെയ്യാം. എന്നിട്ട് സെൻറ്ററിൽ ഒരു കത്തി കൊണ്ട് ഹോൾ ഉണ്ടാക്കാം, സ്റ്റിക്ക് ഇറക്കി വയ്ക്കാം. എന്നിട്ട് ഡിമോൾഡ് ചെയ്യുന്ന സമയത്ത് ഊരിയെടുക്കുന്നതിന് പകരം നമുക്ക് ഗ്ലാസ് കട്ട് ചെയ്ത് മാറ്റാം. പ്ലാസ്റ്റിക് ആണെങ്കിലും പേപ്പർ ആണെങ്കിലും നമുക്ക് കത്രി കൊണ്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അത് ഈസി ആയിട്ട് ഊരിയെടുക്കാം. മൂന്നാമത്തെ ഓപ്ഷൻ നമ്മൾ ബിസ്ക്കറ്റ് വാങ്ങിക്കുന്ന കവറുകളാണ്. സിലിണ്ടർ ഷേപ്പിലുള്ള ഈ കവറുകളിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഭാഗം കട്ട് ചെയ്തെടുക്കാം. കത്രി കൊണ്ട് മുകൾ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് അതിലിതുപോലെ ഫില്ലിങ് നിറച്ച് സ്റ്റിക്ക് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ സ്റ്റിക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രീസറിൽ ഡയറക്റ്റ് കൊണ്ടുവയ്ക്കാൻ പറ്റില്ല, അത് ചെരിഞ്ഞു പോകും. അപ്പോൾ അതിന് പകരം ഇപ്പോൾ ഇതിൽ കണ്ടില്ലേ ഒരു യെല്ലോ ബോക്സിൽ ഇങ്ങനെ അടക്കി വെച്ചിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ബോക്സിലോ അല്ലെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ ഉള്ളിലോ ഇറക്കി വെച്ചിട്ട് നമുക്കത് ഫ്രീസ് ചെയ്തെടുക്കാം. നമ്മളെ പോപ്സിക്കിളിന് ഇതേപോലെ സ്റ്റിക്ക് വാങ്ങിക്കാൻ കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ പകരമായിട്ട് സ്റ്റീലിൻ്റെ സ്പൂണ് കുത്തി വെച്ച് കൊടുക്കാൻ പറ്റും. ചെറിയ സ്പൂണായാൽ മതി, ഒരുപാട് വെയിറ്റ് ഉള്ളതാവരുത്. ചെറിയ ലൈറ്റ് വെയിറ്റ് സ്പൂണുകൾ നമുക്ക് വെച്ച് കൊടുക്കാം. നേരെ മറിച്ച് ഡിസ്പോസബിൾ സ്പൂണ് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല, അത് പെട്ടെന്ന് ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. സ്റ്റീലിൻ്റെ അധികം കനമില്ലാത്ത സ്പൂൺ വെച്ച് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 3 ഇറുക്കിൽ ഒന്നിച്ച് വെച്ച് കൊടുക്കാം. പോപ്സിക്കിൾ ഉണ്ടാക്കുന്ന എല്ലാവർക്കും പറ്റാവുന്ന ഒരു ചെറിയൊരു മിസ്റ്റേക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ ഐസ്ക്രീം സെറ്റായി എന്ന് തോന്നിയാൽ ഉടനെ തന്നെ അത് ഊരിയെടുക്കാൻ ട്രൈ ചെയ്യും. നല്ല ഹാർഡായിട്ട് വലിച്ചു നോക്കുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിക്ക് മാത്രം ഊരിപ്പോരും.
ഐസ്ക്രീം അതിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഡീമോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്ന 2 ട്രിക്കാണ് പറയാൻ പോകുന്നത്. മിനിമം 8 hours എങ്കിലും ഫ്രീസറിൽ വയ്ക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ ഈ മോൾഡ് അല്ലെങ്കിൽ ഗ്ലാസ് കുറച്ച് നേരം വെള്ളത്തിൽ ഇറക്കി വയ്ക്കാം. അപ്പോൾ അതൊന്ന് അടിഭാഗം ഒന്ന് വിട്ട് കിട്ടും. അപ്പോൾ പെട്ടെന്ന് ഊരിയെടുക്കാൻ പറ്റും. 20 to 30 seconds മാത്രം വെച്ചാൽ മതി. നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കാം, ഈസി ആയിട്ട് പോരുന്നുണ്ടാവും. ഒരുപാട് നേരം വെച്ചാൽ ഐസ്ക്രീം മെൽറ്റായിട്ട് അതിൻ്റെ ആ ഒരു ഷേപ്പ് നഷ്ടപ്പെടും. അപ്പോൾ ഒരു 20 സെക്കൻഡൊക്കെ വെച്ച് നമ്മൾ വെള്ളത്തിൽ ഇറക്കി വെച്ചതിന് ശേഷം അത് ഊരിയെടുക്കാം. ഇളം ചൂടുവെള്ളമായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ പോപ്സിക്കിൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. 8 hours സെറ്റായി ഞാൻ ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് നമ്മൾ ഈ പോപ്സിക്കിൾ ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പാലൈസ് അഥവാ മിൽക്ക് പോപ്സിക്കിൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ.